Hello guys, it's me Amos and welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ മാൽദീവ്സിൻ്റെ രണ്ടാമത്തെ ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 7:45 നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതായത് കല്യാണത്തിന് മുതലുള്ള ക്ഷീണമുണ്ട്. അപ്പോൾ 7:45 എഴുന്നേറ്റ് ഇന്ന് ഫുള്ള് വെള്ളത്തിലല്ലേ. നമുക്ക് കുറേ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്, പോയി നോക്കണം. രാവിലെ 9:30 ആകുമ്പോഴത്തേനും നമ്മൾ റെഡി ആയിട്ടേ പോകണം. തിരിച്ച് എനിക്ക് തോന്നുന്നു ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ. മൊത്തം വെള്ളത്തിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടുന്ന് തന്നെയുണ്ട് ഹോട്ടലിൽ നിന്ന്. അപ്പം 7 മണി മുതലുണ്ട്. അപ്പോൾ നമ്മളിതാ റെഡി ആയിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് വന്ന് വീണ്ടും റെഡി ആയിട്ട് ഇനി പുറത്ത് പോകണം. അപ്പോൾ ഡേ 2 വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മുടെ ഹോട്ടലിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ബൊഫെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അതിനുശേഷം നമ്മൾ 9:30 ആയപ്പോൾ നേരെ ഹോട്ടലിൻ്റെ താഴേക്ക് ചെന്നു. അവിടെ സ്നോർക്കലിങ്ങിനുള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കിറ്റും കാര്യങ്ങളും എല്ലാം തന്ന് അവരെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് കപ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരെയും കൂടി അവരവരുടെ ബോട്ടിലൊക്കെ കൊണ്ടുപോവാണ്. അപ്പം ബോട്ടിൽ ചെന്നിട്ട് അവർ നേരെ സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയിലോട്ട് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ സ്നോർക്കലിംഗ് എന്ന് പറയുന്നത് സ്നോർക്കൽ ഉപയോഗിച്ച് നമ്മൾ വാട്ടറിൻ്റെ സർഫസിൽ നിന്ന് താഴെ കാണാൻ പറ്റുന്നതാണ്. സ്കൂബ പോലെ ഒരുപാട് ഫീറ്റ് താഴോട്ട് പോകത്തില്ല. ഇത് മുകളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒത്തിരി ആഴമുള്ള ഒരു ഏരിയയിലോട്ടല്ല നമ്മളെ കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് വേണം താഴേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെത്ത് ഹോൾഡ് ചെയ്തിട്ട് താഴോട്ട് ജസ്റ്റ് പോവാം. കാരണം നമ്മൾ ആ വായിൽ വെച്ച സംഭവമില്ലേ, അതിൽ കൂടിയാണ് ബ്രെത്ത് എടുക്കുന്നതും ഇൻഹെയിൽ ചെയ്യുന്നതും എക്സ്ഹെയിൽ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വെള്ളത്തിനടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ആ കുഴലിക്കടെ വെള്ളം അകത്ത് കയറി നമ്മുടെ വായിലോട്ട് പോകും, നമുക്ക് ശ്വാസം കിട്ടില്ല. പക്ഷെ താഴെ ചെന്നപ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അതായത് സർഫസിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു എല്ലാം. ഒരുപാട് മീനുകളെ കണ്ടു, പവിഴപ്പുറ്റുകൾ കണ്ടു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്കൂബ ചെയ്തപ്പോൾ കണ്ടതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സ്നോർക്കലിങ്ങിലായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് മീനെ കണ്ടു. പിന്നെ നമ്മൾ കുറേ റിലാക്സ്ഡ് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് പൊങ്ങി മുകളിൽ വന്ന് ആ വായിലെ സംഭവം ഊരിയിട്ട് നമുക്ക് ബ്രത്ത് എടുത്തിട്ട് പിന്നെ വെച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരുന്നതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റി. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ ഈ സ്നോർക്കലിങ്ങും. ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ സ്നോർക്കൽ ചെയ്തു. 2 സ്ഥലത്ത് അവർ കൊണ്ടുപോയി. 2 സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ സ്നോർക്കൽ ചെയ്തു. കിഡിലിൻ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അത് കണ്ടത്. ആ പൊങ്ങും താഴുകയും ചെയ്യുന്നത് അത് ഡോൾഫിൻസ് ആട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഡോൾഫിൻസിനെ കാണുന്നത്. കുറേ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. അങ്ങനെ ഡോൾഫിൻസിനൊക്കെ കണ്ട് അടിപൊളി വ്യൂ ആയിരുന്നു അതും. അവിടുന്ന് നേരെ നമ്മൾ വേറൊരു ഐലൻഡിൽ കൊണ്ടുപോയി. അവിടെയാണ് നമുക്ക് ലഞ്ച് റെഡിയാക്കിയത്. അപ്പോൾ ലഞ്ച് ഓൾറെഡി നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ പോയിരുന്നിട്ട് ലഞ്ചെല്ലാം കഴിച്ച് റിലാക്സ് ചെയ്തു. നമ്മളങ്ങനെ ബിക്കിനി ബീച്ചിലെത്തി. ബിക്കിനിയിലല്ല, പക്ഷേ
നമുക്കത് വേറൊരു ഐലൻഡിലാണ്. അപ്പോൾ നമ്മുടെ ഐലൻഡിലുണ്ട് പിക്നിക് ബീച്ച്. ഇവിടെ എല്ലാവരും ഒരു നോർമൽ ഇത് വരുന്ന ഐ ലവ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ കടലിൻ്റെ കുറച്ച് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ അവിടെ 2 ഊഞ്ഞാലൊക്കെ വെച്ച് നമുക്ക് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാം. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഊഞ്ഞാൽ. ഐ ലവ് ഗുൽഹി അങ്ങനെ തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യണത്. അവിടെ വെച്ച് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. മാൽദീവ്സ് പോയ എല്ലാ കപ്പിൾസിൻ്റെയും ഫോട്ടോ ഗ്രിഡിലുണ്ടാവും ഈ ഒരു പിക്ക്. അങ്ങനെ നമ്മളും അവിടെ പോയിട്ട് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അധികം ആഴമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് നമ്മുടെ ഐലൻഡിലോട്ട് തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ കുറച്ച് വാട്ടർ സ്പോർട്സും കൂടി എടുത്തു. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്തതൊക്കെ നമ്മുടെ പാക്കേജിലുണ്ടായിരുന്നു, സ്കൂബ ഡൈവിങ് ഒഴിച്ച്. പക്ഷെ നമ്മൾ ഇനി ഇങ്ങോട്ടേക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ അറിയാത്തത് കൊണ്ട് നമ്മൾ ബാക്കിയുള്ള വാട്ടർ സ്പോർട്സും കൂടി എൻജോയ് ചെയ്യാമെന്ന് വെച്ചു. നമുക്കിഷ്ടമാണ് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് ജെറ്റ് സ്കൈ ആണ്. അതായത് ഈ കാണുന്ന സ്കൂട്ടറിൽ നമ്മൾ വെള്ളത്തിക്കടെ ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഭയങ്കര ധൈര്യത്തോടെയൊക്കെ കയറിയിരുന്നത്. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. സ്പീഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എന്തോ സ്പീഡിലാണ് പോയെന്നറിയോ. ആ പോണ പോക്കിൽ എൻ്റെ സൺഗ്ലാസും ചാടിപ്പോയി. അങ്ങനെ എനിക്കത് സൺഗ്ലാസ് നഷ്ടപ്പെട്ടു. പക്ഷെ ഭയങ്കര സ്കെയറി ആയിരുന്നു കേട്ടോ എനിക്കത്. എന്നാലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് കയറിയതാണ്. നമ്മൾ ഗോപ്രോയിലൊക്കെ ഫുൾ വീഡിയോ എടുക്കണം എന്നോർത്ത് കയറിയതാണ്. പക്ഷേ ഇതിൻ്റെ സ്പീഡ് കാരണം നമ്മൾ തെറിച്ച് പോകുമെന്ന് മേടിച്ച് നമ്മളതെല്ലാം എടുത്തു വെച്ചു. അതിനുശേഷം നമ്മൾ പോയത് പാരാസെയിലിംഗ് ആണ്. ഇതിന് മുന്നേ ഞങ്ങൾ പാരാസെയിലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മാംഗ്ലൂർ വെച്ചിട്ട്. പക്ഷെ അതിലും ഹൈറ്റിൽ പോയതായിരുന്നു. ഇത് അത്ര സ്കെയറി ഒന്നും അല്ലായിരുന്നു. കാരണം ഫുള്ളി നമ്മുടെ ബെൽറ്റൊക്കെ വെച്ച് സെറ്റാക്കി എല്ലാം അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും ഇത് കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് തോന്നി. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അത്രയും മണ്ടയ്ക്ക് പോയിട്ട് അത്രയും മുകളിൽ പോയിട്ട്. അതായത് നമ്മൾ ഇതിന് മുന്നേ പാരാസെയിലിംഗ് ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി ഒരു 1.5 month പ്രഗ്നൻ്റ് ആയിരുന്നു. അത് നമുക്ക് അറിയില്ലായിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് അതേ കുന്നുമണിക്ക് 7 വയസ്സാവാൻ പോകുമ്പോഴാണ് അടുത്ത പാരാസെയിലിംഗ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. ഫുൾ ആ ഒരു ഐലൻഡ് നമുക്കതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റി. അത്യാവശ്യം നല്ല ഹൈറ്റിൽ അവർ കൊണ്ടുപോയി കേട്ടോ. അപ്പം അതിൻ്റെ തന്നെ നമ്മൾ എന്താ പറയുക, മുകളിൽ നിന്നുള്ള വ്യൂവും അങ്ങനെ എല്ലാം എടുത്തു. അടിപൊളിയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും. അങ്ങനെ പാരാസെയിലിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ 3ാമത്തെ വാട്ടർ സ്പോർട്സ് എടുത്തു. അത് ഫൺ ട്യൂബ് എന്ന് പറയും. അതായത് ഒരു ട്യൂബ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഈ എന്താ പറയുക പൊങ്ങിക്കിടക്കുന്ന ഒരു ട്യൂബ് ഉണ്ടല്ലോ, അതിന് മുകളിൽ നമ്മൾ ഇരുത്തും. പക്ഷേ അതിനകത്ത് ബെൽറ്റ് ഒന്നും വെച്ച് അവർ നമുക്ക് കെട്ടാനില്ല. നമ്മൾ 2 കൈ മുറുക്ക പിടിക്കുക. അതിനകത്തൊരു ഒരു പിടിക്കാനൊരു സംഭവം ഉണ്ട് അതിൽ. എൻ്റെ പൊന്നെ, ഞങ്ങളെ മറ്റേ ജെറ്റ് സ്കൈക്ക് കൊണ്ടുപോയ ചേട്ടൻ തന്നെയായിരുന്നു ഇതും വണ്ടി ഓടിച്ചുകൊണ്ട് പോയത്. ഈ കാണുന്ന ആട്ടോ ഞാൻ ആ പറഞ്ഞ സംഭവം. കയ്യെങ്ങാനും വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കടലിലാണ്. ഇതെനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. നമ്മൾ കയറുന്നതിന് മുന്നേ വിചാരിച്ചത് ബെൽറ്റ് വെച്ച് അവർ സെക്യൂർ ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. ഇനി കയറുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കയറത്തില്ല. എനിക്കതൊന്നേനോട് മതിയായി. ഭയങ്കര സ്പീഡിൽ വളച്ചും തിരിച്ചൊക്കെ ആട്ടോ ചേട്ടൻ കൊണ്ടുപോയത്. എന്തായാലും ഈ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് വരുവാണ്. ചേട്ടൻ ഇനി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയണം, എൻ്റെ പൊന്നേട്ടാ, എൻ്റെ ജീവൻ ചേട്ടൻ്റെ കയ്യിലായിരുന്നു എന്ന് കുറച്ച് നേരത്തെ. അതുപോലായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. ചത്ത പോലെ കയറി വരുന്നു, ചത്തിട്ട് കയറി വരുന്നു, പറക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഡേ 2 നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനി ആക്ടിവിറ്റീസ് ഒന്നും ബാക്കിയില്ല. ഇന്ന് ബാക്കിയുള്ളതിന് നമുക്കൊരു ഫിഷിംഗ് ആണ്.
അപ്പം അതിന് ടൈമിങ്ങും കാര്യങ്ങളൊന്നും നോക്കണം. 5:30 to 8:30 ആണെന്ന് തോന്നുന്നു. അപ്പം ഹോട്ടലിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യണം അവരായിട്ട്. എന്നിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത ഫിഷിങ്ങിന് പോകും. ടാനടിച്ച് എന്തോരം സൺസ്ക്രീൻ ഇട്ടു പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു നടന്നിട്ട് ടാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാം രക്ഷയില്ലായിരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞതിൽ നിന്നും നമ്മൾ ചെറിയൊരു ഡിഫറൻസ് വരും. നമ്മൾ ഫിഷിങ്ങിന് പോയില്ല, കാരണം നമ്മൾ കുറച്ചധികം ടയേർഡായിരുന്നു. ഇത്രയും വാട്ടർ സ്പോർട്സ് ഒരു ദിവസം ചെയ്തതല്ലേ. അപ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് വൈകുന്നേരം നമ്മൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് പുറത്തിറങ്ങി കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തു. എവിടെ പോയാലും പാനിപ്പൂരി നമുക്ക് മുഖ്യമാണല്ലോ. അങ്ങനെ ഫുഡെല്ലാം ട്രൈ ചെയ്ത് നമ്മുടെ ഐലൻഡിൽ കൂടി തെര പാര കുറച്ച് നടന്ന് ഒരു അടിപൊളി സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഡേ 3 ഓഫ് മാൽദീവ്സ് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.